അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സ്നേഹനിധികളായ മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നത്തെ ക്യൂ സ്പോട്ടിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നാം തികച്ചും വ്യത്യസ്തമായ ഒരു അധ്യായമാണ് വിശുദ്ധ ഖുർആനിൽ നിന്ന് പഠിക്കുന്നത്. ഖുർആനിലെ 109 അധ്യായമായ സൂറത്തുൽ കാഫിറൂൻ ആണ് നാം പഠന വിധേയമാക്കുന്നത്. സൂറത്തുൽ കാഫിറൂൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ക ജീവിത കാലഘട്ടത്തിൽ അവതരിച്ച സൂറയാണ് എന്നാണ് പൊതുവെയുള്ള അഭിപ്രായം. സൂറത്തുൽ കാഫിറൂനിൽ ആകെ 6 സൂക്തങ്ങളാണ് ഉള്ളത്. പൊതുവെ നമുക്കൊക്കെ മനപ്പാഠമുള്ള സൂറയാണ് സൂറത്തുൽ കാഫിറൂൻ, അല്ലേ? കുറെ കൂടി അതിൻ്റെ ആശയങ്ങളെക്കുറിച്ച് ഇന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ആദ്യം പാരായണം ചെയ്തിട്ട് വിശദീകരണങ്ങളിലേക്ക് പോകാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ ولا أنتم عابدون ما أعبد ولا أنا عابد ما عبدتم ولا أنتم عابدون ما أعبد لكم دينكم ولي دين. ഈ സൂറയിലെ പാരായണ നിയമങ്ങൾ ചിലത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് 6 ആയത്തുകളുള്ള ഈ സൂറയിൽ 7 മദ്ദുകളുണ്ട് എന്നതാണ്. മദ് നേരത്തെ നാം പരിചയപ്പെട്ടതാണ്, അല്ലേ? ചില അക്ഷരങ്ങൾ കൂടുതലായിട്ട് ദീർഘിപ്പിച്ച് നീട്ടി ഉച്ചരിക്കുന്ന ശൈലിയാണ് മദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വലദ്ദാല്ലീൻ, അവിടെ മദ്ദുണ്ടായി. അതേപോലെ സൂറത്തുൽ മസദിൽ, അതുപോലെ ഇദാ ജാഅ, ഇങ്ങനെ 3 മദ്ദുകൾ ദീർഘിപ്പിക്കേണ്ട സന്ദർഭങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ ഈ സൂറയിൽ നിങ്ങളൊന്ന് എണ്ണി നോക്കണം, 7 മദ്ദുകൾ എവിടെയൊക്കെയാണ് വരുന്നത്. 1-ാമത്തെ ആയത്തിൽ തന്നെ ഉണ്ട്, അല്ലേ? ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ വലാ അൻതും ആബിദൂന മാ അഅ്ബുദ്. ഇങ്ങനെ ലായുടെയും മായുടെയും ശേഷമായിട്ട് മദ്ദുകൾ വരുന്നത് കാണാം. അപ്പോൾ പാരായണത്തിൽ നല്ല ശ്രദ്ധയും ജാഗ്രതയും ഉണ്ടായിരിക്കണം എന്നാണ് ഉണർത്താനുള്ളത്. ഈ സൂറയുടെ പേരിനെ കുറിച്ച് പറഞ്ഞല്ലോ, അൽ കാഫിറൂൻ എന്നാണ് പേര്. എന്താ വാക്കിൻ്റെ അർത്ഥം? ഭാഷാപരമായിട്ട് പറയുമ്പോൾ മറച്ചു വയ്ക്കുന്നവർ എന്നാണ്. അതേസമയത്ത് ഖുർആനുമായി ബന്ധിപ്പിച്ച് പറയുമ്പോൾ സത്യനിഷേധികൾ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. സത്യനിഷേധം ഒരു പ്രത്യേക നിലപാടാണ്, അല്ലേ? സത്യത്തെ തള്ളിപ്പറയുക എന്നതാണ്. അങ്ങനെയാണ് ഈ സൂറയ്ക്ക് ഈ പേര് വന്നത്. ഇതേപോലെ ഒരു പ്രത്യേക ഗ്രൂപ്പിനെ, പ്രത്യേക വിഭാഗത്തെ, പ്രത്യേക നിലപാട് സ്വീകരിച്ചവരെ കുറിച്ച് പേരായിട്ട് വന്നിട്ടുള്ള വേറെ സൂറകൾ ഏതൊക്കെയാണ് ഖുർആനിൽ? ഉദാഹരണത്തിന് അൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികൾ, ഒരു സൂറയുടെ പേരാണ്. അതിന് നേരെ ഓപ്പോസിറ്റാണ് അൽ കാഫിറൂൻ, സത്യനിഷേധികൾ എന്ന് പറയുന്നത്. ഇതേപോലെ വേറൊരു ഗ്രൂപ്പുണ്ട്, അൽ മുനാഫിഖൂൻ, ഒരു സൂറയുടെ പേരാണ്. കപടന്മാരാണവർ, അല്ലേ? സത്യത്തെ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. മനസ്സിൽ ആ സത്യം പ്രവേശിക്കാതെ പുറമേക്ക് അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന കാപട്യത്തെക്കുറിച്ച് അങ്ങനെ പറയുന്നു. ഇതുപോലെ പിന്നെ ആരാണ് പ്രത്യേക ഗ്രൂപ്പായിട്ടുള്ള വിഭാഗങ്ങൾ ഖുർആനിൽ സൂറത്തിൻ്റെ പേരായിട്ട് വന്നിട്ടുള്ളത് ഏതാണ് എന്ന് നിങ്ങൾ നോട്ട് ചെയ്യുന്നത് നന്നായിരിക്കും. അപ്പോൾ അൽ കാഫിറൂൻ എന്നാണ് ഈ സൂറത്തിൻ്റെ പേരായിട്ട് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് എന്നതാണ് ഈ സൂറയുടെ ഒരു പ്രത്യേകത.
ഈ സൂറയുടെ അവതരണ പശ്ചാത്തലം എന്താണ്? അങ്ങനെ ഒരു പ്രത്യേക പശ്ചാത്തലം ഈ സൂറത്തിനുണ്ട്. അത് ഒരു കോംപ്രമൈസ് ടോക്കുമായിട്ട് ബന്ധപ്പെട്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചക ജീവിത ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സംഭവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ഇസ്ലാമിക പ്രബോധനം നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ആദ്യം മക്കയിലാണല്ലോ 13 കൊല്ലക്കാലം. അങ്ങനെ ഇസ്ലാമിക പ്രബോധനം നിരന്തരം നടത്തി ആ സത്യത്തെ പലരും സ്വീകരിച്ചു. എന്നാൽ മറ്റു പലരും അതിൽ നിന്ന് അകന്നു നിൽക്കുകയും ചെയ്തു. ഒറ്റയും തെറ്റയുമായി ആളുകൾ ഇസ്ലാമിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സത്യത്തിൻ്റെ ഈ പ്രസ്ഥാനത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പല കുതന്ത്രങ്ങളും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണല്ലോ സമൂഹത്തിൽ പലതരം ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർ ഈ സത്യം സ്വീകരിക്കുന്നവരെ അടിച്ചൊതുക്കാൻ ശ്രമിച്ചു, ആക്രമിച്ചു, പല വിധത്തിലും ഒറ്റപ്പെടുത്തി. ഇങ്ങനെ പല ശ്രമങ്ങളും നടത്തി നോക്കി. ഒരുപാട് സ്വഹാബിമാർ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടില്ലേ? നമുക്കറിയാം. ആദ്യ രക്തസാക്ഷിയായിട്ട് അറിയപ്പെടുന്ന സുമയ്യ റളിയല്ലാഹു അൻഹ, അതേപോലെ യാസിർ റളിയല്ലാഹു അൻഹു, അമ്മാർ റളിയല്ലാഹു അൻഹു, അതുപോലെ ബിലാൽ റളിയല്ലാഹു അൻഹു. ആ സംഭവം നമുക്കൊക്കെ അറിയുന്നതാണ്. ഇങ്ങനെ പലരും കഠിനമായിട്ട് പീഡിപ്പിക്കപ്പെട്ടു. പക്ഷെ ഇതുകൊണ്ടൊന്നും ഇസ്ലാമിനെ ഇല്ലാതെയാക്കാൻ കഴിയുന്നില്ല. ഗസയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥ അതാണല്ലോ. നിരന്തരം വംശീയ ഉന്മൂലനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്നിട്ടും അവർ പിടിച്ചു നിൽക്കുന്നത് കണ്ടില്ലേ? എന്താ കാരണം? അവരുടെ മനസ്സിൽ സത്യവിശ്വാസം പ്രവേശിച്ചിരിക്കുന്നു എന്നതാണ്. ഇതേപോലെ മക്കയിലുള്ള സത്യവിശ്വാസികളെ നിരന്തരം ആക്രമിച്ച് ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ടും ഒരു വിധത്തിലും അവർ വഴങ്ങുന്നില്ല. അവർ സഹിച്ചും പൊറുത്തും ഈ സത്യത്തെ തന്നെ സ്വീകരിച്ച് അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അവർ അടവ് മാറ്റാണ്. എന്താണ് അടവ്? ഒരു അടവ് നയം എന്ന് പറയാം. ആക്രമിച്ചിട്ട് എതിരായി പ്രവർത്തിച്ചിട്ട് കീഴ്പ്പെടുത്താൻ കഴിയാതെ വന്നപ്പോൾ എങ്ങനെയെങ്കിലും കമ്പനി കൂടിയിട്ട് അവരെ ഇല്ലാതാക്കാൻ പറ്റുമോ നോക്കാൻ. അങ്ങനെ ഉണ്ടാവില്ലേ? ഫ്രണ്ട്സ് ചിലപ്പോൾ നമ്മൾ നന്നായിട്ട് പഠിക്കുന്നു, ഉഷാറാവുന്നു, ഇതൊക്കെ കാണുമ്പോൾ ചിലർക്ക് വിഷമം ഉണ്ടാവും. അപ്പോൾ അവർ നമ്മളെ പല വിധത്തിലും പ്രയാസപ്പെടുത്താനൊക്കെ നോക്കും. അങ്ങനെ നമ്മെ പിടികിട്ടാതിരിക്കുമ്പോൾ നമ്മളുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കും. എന്നിട്ട് പല ദുശ്ശീലങ്ങളും നമ്മളെ പഠിപ്പിച്ച് അങ്ങനെ നമ്മുടെ വിജയം അല്ലെങ്കിൽ നമ്മിലെ നന്മകളെ ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് കാണാം. ഇതേപോലെ ആക്രമിച്ച് ഇല്ലാതെയാക്കാൻ ശ്രമിച്ചിട്ട് നടക്കാതെ വന്നപ്പോൾ കൂടെ കൂടിയിട്ട് ഒരു കോംപ്രമൈസ് നടത്തിയിട്ട് എങ്ങനെ ഇല്ലാതാക്കാൻ പറ്റും എന്നായി അവരുടെ ആലോചന. അതിനുവേണ്ടി അവർ ഒരുപാട് ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ പലതും പറഞ്ഞില്ലേ? മുഹമ്മദ്, എന്താ നിനക്ക് വേണ്ടത്? നിനക്ക് സമ്പത്ത് വേണോ? എത്ര വേണമെങ്കിലും ഞങ്ങൾ തരാം. ഇനി നിനക്ക് നല്ല സുന്ദരിയായ പെണ്ണിനെ വേണോ? അതിനെ കല്യാണം കഴിപ്പിച്ച് തരാം. അതുമല്ലെങ്കിൽ അധികാരമാണോ വേണ്ടത്? അധികാരം തരാം. പക്ഷെ നീ ഈ ഇസ്ലാം വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കരുത്. ഞങ്ങളുടേതായ വിശ്വാസ രീതികളുണ്ടല്ലോ, അതനുസരിച്ച് ഞങ്ങൾ ജീവിച്ചോട്ടെ. എന്തിനാണ് നീ ഇത് വിളിച്ചു പറയുന്നത് എന്നാണ് അവർ ചോദിക്കുന്നത്. യുക്തിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത, ബുദ്ധിക്ക് നിരക്കാത്ത വികലമായ അന്ധവിശ്വാസങ്ങൾക്കെതിരിലാണ് പ്രവാചകൻ സംസാരിച്ചു കൊണ്ടിരുന്നത്. അതിനാൽ ഈ സത്യത്തെ സ്വീകരിക്കണം. പക്ഷേ അത് അംഗീകരിക്കാൻ അവർ സന്നദ്ധമാകുന്നില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇങ്ങനെ പല വിധത്തിലും കോംപ്രമൈസ് ടോക്കുകൾ നടത്തിയപ്പോൾ അവിടുന്ന് എന്താ പറഞ്ഞത്? ഒരു കയ്യിൽ സൂര്യനും മറുകൈയിൽ ചന്ദ്രനും വെച്ച് തന്നാൽ പോലും ഈ സത്യത്തിൽ നിന്ന് പിന്തിരിയുന്ന പ്രശ്നമേ ഇല്ല എന്ന്. അങ്ങനെ ആയിരിക്കണം അല്ലേ? പുതിയ കാലത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. പല പാർട്ടികളും മറ്റുമൊക്കെ ഉണ്ടല്ലോ, പെട്ടെന്ന് കാലു മാറുന്നു, കോട് മാറുന്നു. ജനങ്ങൾ തെരഞ്ഞെടുത്ത് വിജയിപ്പിച്ച് പാർലമെൻറ്റിലേക്കൊക്കെ അയച്ച ആൾക്കാർ പെട്ടെന്ന് ആൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ നിലപാടുകളിൽ, ആദർശത്തിലൊക്കെ മാറ്റം വരുന്നത് കാണാൻ പറ്റും അല്ലേ? പക്ഷെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സത്യത്തിൻ്റെ വഴിയിൽ ഉറച്ചു നിൽക്കുകയാണ്. എന്ത് വന്നാലും ഞാൻ ഈ സത്യം കൈവെടിയുന്ന പ്രശ്നമേ ഇല്ല എന്ന നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകണം. അപ്പോൾ അവർ പിന്നെയും വന്നു. എന്നിട്ടോ അവരിലെ വലിയ VIP ഒക്കെ വന്നു. മക്കയിലെ സത്യനിഷേധികളായ
ഇസ്ലാം എന്ന ഈ സത്യത്തെ ഉൾക്കൊള്ളാത്ത നേതാക്കന്മാരൊക്കെ വന്നു. ഉമയ്യത്ത് ബിൻ ഖലഫ്, അതുപോലെ വലീദ് ബിനുൽ മുഗീറ, ഇങ്ങനെയൊക്കെയുള്ള പ്രമുഖന്മാരായ ആൾക്കാർ വന്നിട്ട് പിന്നെയും സംസാരിക്കുന്നുണ്ട്. നമുക്ക് എങ്ങനെയെങ്കിലും ഒരു മധ്യസ്ഥ ശ്രമം നടത്തിക്കൂടെ? അവർ മുന്നോട്ട് വെച്ച ഫോർമുല എന്താണെന്നറിയാം? മുഹമ്മദേ, നീ ഒരു വർഷം ഞങ്ങളുടെ ദൈവങ്ങളെ ആരാധിക്കും, അടുത്ത വർഷം ഞങ്ങൾ നിന്റെ ദൈവത്തെയും ആരാധിക്കാം, എങ്കിൽ പ്രശ്നത്തിന് പരിഹാരമായല്ലോ. ഇങ്ങനെ പറഞ്ഞത് നടക്കോ? ഒരു വർഷം ഞങ്ങളുടെ ദൈവങ്ങളെ നീ ആരാധിക്കാം, അടുത്ത വർഷം നിന്റെ ദൈവത്തെ ഞങ്ങളും ആരാധിക്കാം, അപ്പോൾ പ്രശ്നമില്ലല്ലോ എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ ഇതാണോ പ്രശ്നം? അല്ലല്ലോ. ഈ രണ്ട് ഐഡിയോളജികൾ തമ്മിലുള്ള വ്യത്യാസമാണ് ഇവിടെ പ്രശ്നം, അല്ലേ? ഒന്ന് ഏകദൈവത്വമാണ് മുന്നോട്ട് വയ്ക്കുന്നത്, തൗഹീദ്, ഇസ്ലാം. ഒരേ ഒരു ശക്തിയാണ് ഈ പ്രപഞ്ചത്തിൻ്റെ പിന്നിൽ എന്ന് പഠിപ്പിക്കുന്നു. മറുവശത്ത് ബഹുദൈവത്വമാണ്, ഒന്നിലേറെ ദൈവസങ്കല്പങ്ങൾ, അല്ലേ? ഈ പ്രപഞ്ചത്തിൻ്റെ പിന്നിൽ പല ശക്തികളുമുണ്ട്. അല്ലെങ്കിൽ മഴ വർഷിപ്പിക്കുന്നത് ഒരു ശക്തിയാണ്, കാറ്റടിപ്പിക്കുന്നത് വേറൊരു ശക്തിയാണ്, വെയിൽ കൊണ്ടുവരുന്നത്, സമ്പത്ത് നൽകുന്നത്, ഐശ്വര്യം നൽകുന്നത്, വിദ്യ നൽകുന്നത്, ഇങ്ങനെ ഓരോന്നിനും വ്യത്യസ്ത ദൈവസങ്കല്പങ്ങളാണ്. അപ്പോൾ രണ്ടും രണ്ടല്ലേ? ഒന്ന് ഏകദൈവത്വമാണ് തൗഹീദ്, മറ്റേത് ബഹുദൈവത്വമാണ് ഷിർക്ക് എന്ന് പറയാം, അല്ലേ? ഇങ്ങനെ എല്ലാ തലത്തിലും മനുഷ്യനിർമ്മിതമായ മനുഷ്യൻ്റെ സങ്കല്പങ്ങളിൽ രൂപം കൊണ്ട ചിന്താഗതികളാണ് ഒന്ന്, മറ്റേത് ദൈവികമാണ്. രണ്ടും തമ്മിൽ വ്യത്യാസമില്ലേ? ഒന്ന് ദൈവികമായ അരുളപ്പാടുകൾ, വിശുദ്ധ വേദഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ രൂപം കൊണ്ടതാണ്. മറ്റേതോ മനുഷ്യരുടെ ബുദ്ധിയിലുദിച്ച പല സങ്കല്പങ്ങളുമാണ്. ഇത് രണ്ടും എങ്ങനെ കണക്റ്റ് ചെയ്യും? സാധ്യമാണോ? സാധ്യമല്ല. രണ്ടും രണ്ട് തന്നെയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഇവരിങ്ങനെ വന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെട്ടെന്ന് ഒന്നും പ്രതികരിക്കുന്നില്ല. കാരണം എന്താണ്? അള്ളാഹുവല്ലേ മറുപടി പറയേണ്ടത്. അങ്ങനെ അല്പം ഒന്ന് ഗ്യാപ്പ് ഇട്ടപ്പോൾ അവർ കരുതി മുഹമ്മദിൽ മാറ്റമുണ്ട്, മെല്ലെ മെല്ലെ നമ്മളായിട്ട് അടുത്തോളും എന്നവർ കരുതി. പക്ഷേ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഈ കോംപ്രമൈസ് ടോക്കിന്, അവരുടെ ഈ ആവശ്യത്തിനുള്ള മറുപടിയായിട്ട് ഈ സൂറ അവതരിപ്പിക്കുകയാണ്. യാ അയ്യുഹൽ കാഫിറൂൻ എന്ന് വിളിച്ചുകൊണ്ട് ആ തുടക്കം തന്നെ, അല്ലേ? സത്യനിഷേധികളെ എന്ന് വിളിച്ചുകൊണ്ട് എന്ത് മറുപടിയാണ് നൽകാൻ പോകുന്നത് എന്നതിന് വളരെ വ്യക്തതയുള്ള സൂചന നൽകിക്കൊണ്ടാണ് സൂറത്തുൽ കാഫിറൂനിൻ്റെ തുടക്കം തന്നെ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതിനാൽ നമ്മൾ വളരെ വ്യക്തതയോടെ പഠിക്കണം കാര്യങ്ങൾ. എല്ലാ മതങ്ങളും ഒന്ന് തന്നെയല്ലേ? എല്ലാം ദൈവവിശ്വാസമല്ലേ? എല്ലാം നന്മയെക്കുറിച്ചല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? മതം ഏതായാൽ എന്താണ്? മനുഷ്യൻ നന്നായാൽ പോരെ? ഇങ്ങനെയൊക്കെയുള്ള പല ചിന്താഗതികളും സമൂഹത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തതയുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് നമ്മെ കൊണ്ടുപോകും. സത്യം അത് ഒന്നേ ഉണ്ടാവുള്ളൂ, അല്ലേ? മറ്റുള്ളത് അർദ്ധസത്യങ്ങളായിരിക്കും. പകുതി സത്യമാകാം, പകുതി അസത്യമാകാം, കേൾക്കുമ്പോൾ നല്ലതായിട്ട് തോന്നും, അങ്ങനെയൊക്കെ ഉണ്ടാകാം. അപ്പോൾ അതിനാൽ യഥാർത്ഥ സത്യത്തെ തിരിച്ചറിയുകയും ഉൾക്കൊള്ളുകയും ചെയ്യുവാൻ ഈ സൂറ നമ്മെ പ്രേരിപ്പിക്കുന്നുണ്ട്. സൂറത്തുൽ കാഫിറൂൻ നമസ്കാരത്തിൽ പാരായണം ചെയ്യാൻ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള ഒരു സൂറയാണ്, അല്ലേ? ഈ സൂറയുടെ ഇണ ഏതായിരുന്നു? സൂറത്തുൽ ഇഖ്ലാസ് ആണ്. നമ്മൾ പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ട് നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്. സൂറത്തുൽ കാഫിറൂനിൽ അള്ളാഹു അല്ലാത്ത എല്ലാ ദൈവസങ്കല്പങ്ങളെയും നിഷേധിക്കുകയാണ്. എന്നിട്ടോ സൂറത്തുൽ ഇഖ്ലാസിൽ അള്ളാഹു മാത്രം എന്ന് പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വിശ്വാസത്തെ എല്ലാ കലർപ്പുകളിൽ നിന്നും ശുദ്ധീകരിക്കുവാൻ സൂറത്തുൽ കാഫിറൂൻ തീർച്ചയായിട്ടും ഉപകരിക്കും. ഇൻഷാ അള്ളാഹ് അടുത്ത ക്ലാസ്സിൽ കൂടുതൽ വിശദീകരണങ്ങളാവാം. അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യത്തെ സത്യമായി തിരിച്ചറിയുവാനും അതിനെ ഉൾക്കൊള്ളുവാനും നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. വ ആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.